ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. അത് ചിക്കൻ വിത്ത് ബ്രെഡെന്നോ അല്ലെങ്കിൽ ബ്രെഡ് വിത്ത് ചിക്കനെന്നോ പറയാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു 800 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ് ഇവിടെ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഇത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇനി വറുത്തെടുക്കണം. അതിനായി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ്റെ പീസസ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആയി തുടങ്ങുമ്പം തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ചിക്കൻ ഇപ്പോൾ ഞാൻ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഞാൻ ചിക്കൻ വറുത്ത എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ എണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. മഞ്ഞൾ പൊടിയുടെ കുത്തൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് കൊടുക്കണം. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഏകദേശം ഒരു 1 മിനിറ്റ് നേരം ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് ഇതിനെ നന്നായി ബീറ്റ് ചെയ്ത് എടുക്കണം. ആദ്യം നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. അത് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് വേണം വെള്ളത്തിൽ മുക്കിയെടുക്കാൻ. എന്നിട്ട് ഈ വെള്ളം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കളയണം. ഈ വെള്ളം കളഞ്ഞ ബ്രെഡിനകത്തേക്ക് നമുക്ക് ഈ ചിക്കന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് അധികം ഫ്രൈ ആയി പോകേണ്ട കാര്യമില്ല. ചെറിയൊരു ബ്രൗൺ കളറ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചിക്കൻ വിത്ത് ബ്രെഡ് ബോൾസ് എന്നോ അല്ലെങ്കിൽ ബ്രെഡ് വിത്ത് ചിക്കൻ ബോൾസ് എന്നോ പറയാം അല്ലേ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.